നമ്മുടെ കർത്താവിന് ഒരുമിച്ച് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ ജീസസ്. മായാലോകേ പ്രശംസിച്ചിടുവാൻ പറയാമോ? യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. പറയാം, എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? കർത്താവേ, ഉലകത്തിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എനിക്ക് പ്രശംസിപ്പാൻ, എനിക്ക് പുകഴുവാൻ ഒന്നു മാത്രമുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മളെ നടത്തിയ ആ കർത്താവ്, നമ്മളെ പുലർത്തിയ ആ കർത്താവ്, നമ്മളെ ദിനംതോറും വഴി നടത്തുന്ന ആ കർത്താവ്. അവനാണ് എൻ്റെ ഉപനിധിയെന്ന്, അവനാണ് എൻ്റെ കർത്താവെന്ന്, അവൻ നമ്മളെ പുലർത്തുവാൻ ശക്തനാണെന്ന്, അവൻ നമ്മളെ നടത്തുവാൻ ശക്തനാണെന്ന് സാഹചര്യങ്ങളെ നോക്കാതെ, സന്ദർഭങ്ങളെ നോക്കാതെ നിങ്ങൾക്കൊന്ന് പറയുവാൻ സാധിക്കുമോ? മായാലോകേ പ്രശംസിച്ചിടുവാൻ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ എൻ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. എന്ന് പറയുവാൻ സാധിക്കുമോ? കർത്താവേ, നീ എന്നിൽ വളരണമേ എന്ന്. എനിക്ക് പുകഴുവാൻ ഒന്നുമില്ലപ്പാ, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലപ്പാ. ഈ ഉലകത്തിൽ ഞാൻ ദരിദ്രനായി തീർന്നാലും ഞാൻ സമ്പന്നനാണ് എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നോട്ടെ, ഉറപ്പോടെ നിങ്ങളൊന്ന് പറയുവാൻ സാധിക്കുമോ? ഞാൻ ദരിദ്രനാണ്, ഞാൻ സമ്പന്നനാണ്, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഞാൻ ഈ പറഞ്ഞതൊന്നും വേറെ ആരുടെ കാര്യമല്ല, എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് ഈ പകൽക്കാലവും നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയതല്ല, പനിയുടെ വളരെ ഭാരത്താൽ. പക്ഷേ എനിക്കൊന്നറിയാം, എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്നിടത്തൊക്കെയും ഞാൻ എൻ്റെ സാഹചര്യങ്ങളെ നോക്കാറില്ല, എൻ്റെ ശരീരത്തെ നോക്കാറില്ല, എനിക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെ ഞാൻ നോക്കാറില്ല. എൻ്റെ യേശു എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് കൊണ്ട്, അവൻ എന്നെ ഉയർത്തിയത് കൊണ്ട്, ഈ ലോകത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും, ഈ ലോകക്കാരനെ പഴിച്ചാലും ദുഷിച്ചാലും എനിക്കൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കൂടെയുള്ളവന് ഉലകത്തെ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവനാണ് എൻ്റെ കൂടെയുള്ളത്. വിശ്വസിക്കാവുന്നവരൊന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ, നിങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് മേൽ നാം ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊന്ന് കാണുവാൻ സാധിക്കും. ചൂരച്ചെടിയുടെ കീഴിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ട് ഇനി മരണമെന്ന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിന്ന ഏലിയാവ്. പക്ഷെ ഏലിയാവിനെ പോഷിപ്പിച്ചൊരു കർത്താവ്, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചൊരു കർത്താവ്, ആ കർത്താവിനെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാമോ? ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മളെ നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മുടെ മനത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നാം വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് അവനാണ്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയ സ്ഥാനത്ത് നമുക്ക് അവസാനമെന്ന് കരുതുന്നിടത്താണ് കർത്താവിന്റെ കരം വെളിപ്പെടുന്നത്. ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഏലിയാവ് സ്വയമേ ചിന്തിച്ചു കാണും, എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്.
വാഗ്ദത്തങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ മേൽ അത് ഭാവിക്കണമെങ്കിൽ നാം കർത്താവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് നമുക്കൊരു സമയപരിധി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരും പ്രശ്നത്തെ നോക്കി കരഞ്ഞോ അല്ലെങ്കിൽ വിലപിച്ചോ ഇരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചു. അവനിൽ എപ്പോഴും സന്തോഷിപ്പാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരും ഇവിടെ വന്നതുപോലെയല്ല. സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകാം. അതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്നേഹം അത് എത്ര നമ്മൾ, എനിക്കറിയത്തില്ല. ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകും. കാരണം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷം, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നന്മകൾ, ഈ ലോകപ്രകാരം മനുഷ്യൻ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, ഈ ലോകത്തിൽ ഞാൻ കൊള്ളരുതാത്തവനെന്ന് വിധി എഴുതിയപ്പോൾ, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്താവ് എന്നെ തേടി വന്നതുകൊണ്ട്, ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സംഭാവന ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് മാത്രം പറയുന്നു. നിങ്ങൾ പുറമേ ഉള്ളതിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിലുള്ളതിനെ ചിന്തിക്കാതെ മുന്നോട്ടുള്ള ലാക്കിലേക്ക്, കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് വിട്ടുപോകും, എൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് വിട്ടുപോകും, എൻ്റെ ആകുല ചിന്തകളിൽ നിന്ന് വിട്ടുപോകും. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാമോ കർത്താവിലേക്ക്? ഹല്ലേലൂയ ജീസസ്. മായാലോകേ പ്രശംസിച്ചിടുവാ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ. പറയാം. മായാലോകേ പ്രശംസിച്ചിടുവാ യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ. ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ. എന്റെ ആനന്ദമേ, സ്നേഹമാ ദൈവമേ, സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ, ഞാനോ കുറയണമേ. അതിനെ തുറന്ന് പറയാമോ? സ്നേഹമാം ദൈവമേ, എന്നിൽ അനുദിനവും വളരണമേ. ഉറപ്പോടെ മാത്രം ചേർന്നൊരുമിച്ച് ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ വൻ കൃപയേ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹ സാഗരമായ സ്നേഹമാൻ ദൈവമേ, സ്നേഹമാൻ ദൈവമേ, നീ എന്നിൽ അനുദിനവും അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവിനോട്? എൻ്റെ ദൈവമേ,
അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറണം. എന്റെ ഇഷ്ടങ്ങളൊന്നുമല്ല കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങനെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, അങ്ങനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതെന്റെ എന്നിൽ നിറവേറണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അതരങ്ങളൊക്കെ തുറന്ന് ഹല്ലേലൂയ. അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ തുറന്ന് ആ നിത്യ സ്നേഹം എന്നെ തേടി വന്നു, ആ സ്നേഹം എന്നെ തേടി വന്നു, ആ സ്നേഹം എന്നെ നടത്തി. ഹല്ലേലൂയ. ആ സ്നേഹം തിരിച്ചറിയുന്നവർ അതരം തുറന്ന അന്യഭാഷകളിൽ അല്പസമയം നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കുമോ? ആരും അലക്ഷ്യമായിട്ടിരിക്കാതെ ഹല്ലേലൂയ. വലിയൊരു ദൈവിക സാന്നിധ്യം ഈ പകൽക്കാലം ഈ ഓളിനുള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. ഹല്ലേലൂയ. നിന്റെ സന്തോഷത്തിന്റെ പകൽക്കാലമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? വിശ്വസിക്കുന്നവരുടെ മേൽ ഉറപ്പോട് പ്രവർത്തിക്കുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് ഹല്ലേലൂയ. അന്യഭാഷകളിൽ ഹല്ലേലൂയ. ജീസസ് കർത്താവിനെ ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞ് നമ്മളെ ഇത്രത്തോളം ഈ മഹൽ പദവിയിലാക്കിയെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ്. ഓ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ മേൽ കർത്താവേ. ഹല്ലേലൂയ. ആ സാന്നിധ്യം നമ്മളെ ഹല്ലേലൂയ ഓരോ ദിവസവും കർത്താവേ നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത്, നമ്മളെ പുലർത്തുന്ന വിധങ്ങൾ ഓർത്ത് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിടുതൽ ആഗ്രഹിച്ച് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ, ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ഹല്ലേലൂയ. രോഗികളായി ഭാരപ്പെടുന്നവരാണോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യം അനുഭവിക്കാൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ പ്രതിസന്ധികളായിട്ട് കടന്നു വന്നവരാണോ? ഇന്ന് അതിന്മേൽ ജയം തരുവാൻ കഴിവുള്ള ഒരു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ഇതിനുള്ളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ സാധിക്കും? എത്ര പേർക്ക് മനസ്സോടെ ഏറ്റെടുക്കുവാൻ സാധിക്കും? കർത്താവേ അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. നിത്യ സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാ സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മനങ്ങല്ലോ കർത്താവിനാ പാത്രവുമാ. പറയാമോ? ഹീനനായിരുന്നു നമ്മളെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മളെ ഒരു മാനപാത്രമാക്കി മാറ്റിയെങ്കിൽ ഹല്ലേലൂയ. ആ മാനപാത്രം എന്നും അങ്ങനെ ഇരിക്കുവാനല്ല, ഒരു കവിഞ്ഞൊഴുക്കിന്റെ ഒരു നിറവിന്റെ ഹല്ലേലൂയ. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും? എത്ര പേർക്ക് ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നവരൊക്കെ അതരങ്ങളൊക്കെ തുറന്ന് ആ സാന്നിധ്യം, ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ആത്മകണ്ണത് കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ്. അതരങ്ങൾക്ക് തുറക്കാമോ? അതരങ്ങൾക്ക് തുറക്കാമോ? നിങ്ങൾക്ക് ഇതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്തോത്രം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് കരയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തു, ഹല്ലേലൂയ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ ക്രിസ്തു, അവനെ പോലെ ഒരുവൻ വേറെ ആരുമില്ല. വാക്കു പറഞ്ഞാൽ മാറാത്തവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ ജീസസ്. നമ്മോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ കഴിവുള്ളവൻ, ആ വാഗ്ദത്തത്തെ നിറവേറ്റുവാൻ കഴിവുള്ളവൻ, നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റുവാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുള്ളവൻ. അതാണ് നമ്മുടെ ക്രിസ്തു. ഹല്ലേലൂയ. ഉലകം നിന്നെ നോക്കി പറഞ്ഞോട്ടെ നീ കൊള്ളരുതാത്തവനാണെന്ന്, ഉലകം നിന്നെ നോക്കി പറഞ്ഞോട്ടെ നീ ഉയരില്ലെന്ന്. പക്ഷെ ഞാൻ ഇന്നൊന്ന് പറയാം, നീ ഒന്ന് മുറുകെ പിടിക്കാമെങ്കിൽ, ആ ക്രിസ്തുവിനെ നീ ഒന്ന് മുറുകെ പിടിക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവപ്രവൃത്തി പകൽക്കാലം ജീവിതത്തിൽ നടക്കുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ ജീസസ്. ആരും അലക്ഷ്യമായിട്ടിരിക്കുന്നത് ആ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് പകർന്ന് ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാത്രം നിറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. 2-3 പേരുടെ നാമത്തിൽ കൂടുന്നിടത്ത് ഒത്തിരി പേരൊന്നും വേണ്ടെന്നേ, ഒത്തിരി പേരൊന്നും വേണ്ടെന്നേ. 2 പേരേ ഉള്ളോ മനസ്സൊരുക്കമുള്ള ആത്മാവിനോട് നിങ്ങൾ ഇന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവിനോട് യാചിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഏത് പ്രശ്നത്തിന്മേലാണോ നിങ്ങൾ വിടുതൽ വേണ്ട, നിങ്ങളൊന്ന് പറയാമോ? മനസ്സൊരുക്കമുള്ള ആത്മാവിനോട് ഒരു മുൻവിധികളും കൂടാതെ, ഒരു മുൻവിധികളും കൂടാതെ കർത്താവിനോട് പറയാമോ? നമുക്ക് പറയുവാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ, നമ്മുടെ പ്രതിസന്ധികൾ പറയുവാൻ, നമുക്ക് വേണ്ടത് പറയുവാൻ ഞാൻ പറഞ്ഞല്ലോ, അവൻ മതിയായവനാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് പിന്മാറുന്നവരായിട്ടല്ല. കർത്താവിനോടൊന്ന് പറ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തും വന്നോട്ടെ, പക്ഷെ ഞാൻ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും. ഈ ഉറപ്പുള്ളവരൊക്കെ എത്ര പേരുണ്ട് എന്നോട് ചേർന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ? ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ചാണ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഇസ്രായേൽ ജനം ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിലുകൾ തകർന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ആർപ്പിടുമ്പോൾ കർത്താവ് വലിയ പ്രവർത്തികൾ ഈ മാവേലിക്കരയുടെ പ്രദേശത്ത്, ഈ മാവേലിക്കരയുടെ പ്രദേശത്ത് മാത്രമല്ല, ഇതെവിടെയൊക്കെ നമ്മളെ കാണുന്നുവോ, നമ്മളെ ആരൊക്കെ അറിയുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ദേശത്തിന് ഒരു വലിയ വിടുതലായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് എന്റെ മാത്രം അനുഭവമല്ല. അനേകം ഭക്തന്മാർ, അനേകം ഭദ്രവലികൾ ഇതുപോലെ ഒത്തിരി മീറ്റിങ്ങുകൾ നടത്തിയവരൊക്കെ വലിയ 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 ജനക്കൂട്ടങ്ങൾ അവരുടെ ഇടയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതാ നമ്മുടെ ആരുടെ കഴിവല്ല. കർത്താവ് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മൾ സാധിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് എൻ്റെ ത്രോട്ടിൽ നിന്നുണ്ട്. പക്ഷേ എനിക്ക് എത്ര ശബ്ദം ഉയർത്തി കർത്താവിനെ ഉയർത്താമോ, എത്ര ആദരം തുറന്ന് കർത്താവിനെ ഉയർത്താമോ? നാളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, നാളെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. എനിക്കറിയാം എൻ്റെ കർത്താവിനെ നടത്തുമെന്ന്. ഹല്ലേലൂയ ജീസസ്. ഓ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ഇസ്രായേൽ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേൽ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമൊട്ടും. കരങ്ങളെ ഉയർത്തി പാടാമോ? യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്കു ഖേദമോ. ഉയർത്തിടും ഞാൻ, ഉയർത്തിയിടും എൻ്റെ കണ്ണുകൾ, എൻ്റെ കണ്ണുകൾ
കണ്ണുകൾ തുണയാരുളും വൻകീരി ഉയർത്തിയിടും ഞാൻ എന്റെ ശബ്ദമൊക്കെ ചേർന്ന് ഓ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യേഹോ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യേഹോവ വാനസേന ഗാനം പ്രത്യാശയോട് ചേർന്ന് അതൊന്ന് ആത്മ കണ്ടാൽ കണ്ടുകൊണ്ട് സിയോ വാനസേന വാനസേന ഗാനം പാടി പാടിയിടും ഞാൻ സ്വർഗ്ഗസിയോ ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു ഉയർത്തി തുണയരുളുന്ന ആ പർവ്വതത്തിലേക്ക് നോക്കി നമ്മുടെ കർത്താവിന്റെ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കി എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? വൻകീരി ശോഭയേറും സുർപൂരി തീരമാതി എനിക്കറിയത്തില്ല വലിയൊരു ദൈവ സാന്നിധ്യം ഈ പകൽക്കാലം മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കാർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, നമുക്കാർക്കും ഒതുക്കുവാൻ കഴിയാത്ത, തടഞ്ഞു വെക്കുവാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യം പൂരത്തിൻ വാതിൽ കണ്ടിടുന്നു ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു ഉയർത്തിയിടും എന്റെ ഉയർത്തിയിടും എന്റെ കണ്ണുകൾ തുണയാരുളും എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. നോക്കിയിട്ട് പറ, എന്നെ വിട്ടു പോ. എന്റെ കൂടെയുള്ളവൻ വലിയവനാണ്, അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മരണപാശങ്ങൾ എന്നെ ചുറ്റിയാലും, പാതാള ഗോപുരങ്ങൾ എന്നെ തകർക്കുവാൻ നോക്കിയാലും, ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ഇതൊന്നും കണ്ടിട്ട് ഞാൻ പിന്മാറുന്നവനായിട്ടല്ല. മരണത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ, സകല ഉലകത്തെ നിർമ്മിച്ചവനാ. അവനാണ് എന്റെ കൂടുള്ളത്. ഹല്ലേലൂയ. ശത്രു നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ നീ പറയുന്നേ എന്തിനാ മറ്റുള്ളവരോട് ചോദിക്കുന്നേ ഞാൻ എന്ത് ചെയ്യണമെന്ന്? നിന്നിലുള്ള അഭിഷേകത്തെ നിനക്കെടുക്കുവാനുള്ള സമയമായെന്ന് ഇന്നൊന്ന് പറയുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എന്റെ മുന്നിലുള്ള പ്രതിസന്ധികളെ നോക്കി ഞാൻ പറയും, ഞാൻ അതിനെ നോക്കി പറയും, ഉറപ്പോടെ ഞാൻ പറയും, എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. ജീസസ്.
ഹല്ലേലൂയ. ശബനനരകൾ കമന വൈശമാനസിയാന്തന രക്ഷേനിയന്തനെ. ഹല്ലേലൂയ. അതരങ്ങൾക്ക് തുറക്കാമോ, അതരങ്ങൾക്ക് തുറക്കാമോ. അതരങ്ങൾ ആ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നാം ആരും തിരിച്ചറിയാതെ പോകല്ലേ, തിരിച്ചറിയാതെ പോകല്ലേ. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് വിശ്വസിക്കാവുന്നവർ അതരങ്ങൾക്ക് തുറന്ന് ആ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ നമ്മൾ ആയിരിക്കുന്ന ഓരോ സമയവും കർത്താവിനോടൊന്ന് പറ, കർത്താവേ എന്റെ ജീവിതയാത്രയിൽ അങ്ങന്റെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. എന്നെ തകർക്കുവാൻ നോക്കുന്നവർ, എന്നെ മുടിച്ചു കളയുവാൻ നോക്കുന്നവർ എന്നെ നോക്കി ഒരിക്കൽ പറയുമെന്ന് പറ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറയുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഹല്ലേലൂയ. ജീസസ് ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, ആ കർത്താവിനെയാണ് നാം ഉയർത്തുന്നത്. മടി കൂടാതെ ഉയർത്തുവാൻ സാധിക്കണം. ഹല്ലേലൂയ. മടി കൂടാതെ ഉയർത്തുവാൻ സാധിക്കുമെങ്കിൽ ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചേക്കാം മറ്റുള്ളവർ നമ്മളെ നോക്കി എന്ത് പറയും കർത്താവിനെ നാം ഇങ്ങനെ ആരാധിക്കുമ്പോൾ. പക്ഷെ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ കർത്താവിനെ എത്രത്തോളം ഉയർത്തുന്നുവോ അത് നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾക്കൊരു വലിയ വിടലായി തീരുമെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എൻ്റെ അനുഭവമാണ് പറയുന്നത്. പലപ്പോഴും ചിന്തിച്ചേക്കാം, ജീവിതത്തെ നോക്കി നാം ചിന്തിച്ചേക്കാം എന്തായി തീരുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകമുള്ളവർ നോക്കി പറ, ഞാൻ പിന്നോട്ട് പോകുന്നവരായിട്ടല്ല, ഞാൻ പിന്തിരിഞ്ഞു പോകുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും പറയാൻ സാധിക്കുമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. ജീസസ് ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നതല്ലെന്നേ. ആ ദൈവ സാന്നിധ്യം ഒരിക്കലും നമ്മളെ കളഞ്ഞിട്ട് പോകുന്നവനല്ലെന്നേ. ആ ദൈവം ഒരിക്കലും നമ്മളെ മറികടന്ന് പോകുന്ന ദൈവമല്ലെന്നേ. ഹല്ലേലൂയ. ജീസസ്. ഓ ആരാധന, 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 ആരാധന യേശുവിനാ. അതരമുയരട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ. വായ്കൾ തുറന്ന് ഹല്ലേലൂയ. സകല മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ആ കർത്താവ് ഹല്ലേലൂയ. അവൻ ചെയ്ത ഉപകാരങ്ങളോ കഥനത്തിന് ഓ ആരാധന, ആരാധന യേശുവിനാരാ. ആരാധന അഴിത്തവരെ, അഴിത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. അഴിത്തവരെ, അഴിത്തവരെ എന്നൂഴിയത്തിൻ ആധാരമേ. എന്നെ വിളിച്ചവൻ അതെന്റെ യേശു, എന്നെ നടത്തിയവൻ അതെന്റെ യേശു. എന്റെ ജീവന്റെ ആധാരം, എന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ ആധാരം അതെന്റെ യേശുവാണെന്ന്, അതെന്റെ കർത്താവാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എത്തனை നിന്ദകൾ, എത്തனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவகள் என சூழ நின்றாலும் ഉമ്മൈ പാർക്കിன்றേ. നിന്ദകൾ എത്ര വന്നാലും, പ്രതികൂലങ്ങൾ എത്ര വന്നാലും ഞാൻ അവന്റെ മുഖത്തെ നോക്കുമെന്ന് ഈ പാട്ടുകാരനോട് ചേർന്ന് ഹല്ലേലൂയ നമുക്ക് പറയാൻ സാധിക്കുമോ? ഈ വരികളൊക്കെ ഒന്ന് പാടുമ്പോൾ ആ കർത്താവിന്റെ സ്നേഹം, ആ സാന്നിധ്യം എത്രത്തോളം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുവോ? ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ വന്നാലും കർത്താവേ അങ്ങ് നോക്കുവാൻ,
അങ്ങേ നോക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഉത്തമനായി ഉടയവനായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ സ്നേഹം. ഉത്തമൂലിയൻ என்று நீர் சொல்லிடும் ஒரு வார்த்தை கேட்டிட உண்மையாய் ஓடுகின்றே. அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே. அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ആധാരമേ. അവന്റെ ആധാരമാണ്, അവന്റെ പാറയാണ്, അവനത്രേ ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത കർത്താവിലേക്ക് ഏൽപ്പിക്കാമോ? എന്റെ ഇഷ്ടം ഒന്നും എനിക്ക് വേണ്ട കർത്താവ്, അങ്ങയുടെ ഇഷ്ടം മാത്രം, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറണമേ. എൻ്റെ ഹിതം പോലെ ഒന്നുമല്ല, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ അങ്ങേക്ക് പകരുന്നുവെന്ന് എത്ര പേർക്കത് പറയുവാൻ സാധിക്കും? കണ്ണുകളൊക്കെ അടയ്ക്കാമോ? കണ്ണുകളൊക്കെ അടച്ച് മാത്രം നിങ്ങൾ ആരും ഞങ്ങളെ നോക്കണ്ട. കർത്താവിൻ്റെ ആ സാന്നിധ്യം മാത്രം കണ്ടുകൊണ്ട്, കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന സമയമൊക്കെ നമുക്ക് കർത്താവിനെ എങ്ങനെ വേണേലും ആരാധിക്കുവാൻ, എങ്ങനെ വേണേലും കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള സാധ്യത നമുക്ക് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ ആരും പിടിച്ചിരുത്തത്തില്ല, നിങ്ങളെ ആരും വിലക്കത്തില്ല. മുമ്പ് പറഞ്ഞല്ലോ, അവനിൽ എപ്പോഴും സന്തോഷിക്കും, കർത്താവിൽ എപ്പോഴും എപ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ ജീസസ്. വീട്ടിലൊരു വശം നമുക്ക് ആരാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല, കർത്താവിനോട് കരയുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല, കർത്താവിനോട് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നമുക്ക് എങ്ങനെ വേണം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ ജീസസ്. ഈ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി പോകും. ഈ അഭിഷേകം നമ്മളിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കർത്താവിനെ ആരാധിച്ചു തുടങ്ങും. അടുത്തിരിക്കുന്നവർ കൈകൾ അടിക്കുന്നുണ്ടോ, അവർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ, അവർ കരങ്ങൾ ഉയർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആരും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഈ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ് ഈ സമയങ്ങളൊക്കെ. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നിന്ദിതനായി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഒരു വേദിയിൽ കയറി നിന്ന് കർത്താവിനെ ഒന്ന് പാടുവാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് പ്ലേ ചെയ്യുവാൻ ആഗ്രഹിച്ച സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് പലരുടെ അടുത്ത് നിന്ന് ചോദിക്കുമ്പോൾ കീബോർഡിൽ തുടരരുത്, ഗിറ്റാറിൽ തുടരരുത്, റിതം പാഡിൽ തുടരരുത്, നമ്മൾ മാറ്റി നിർത്തിയ സാഹചര്യങ്ങൾ ഉണ്ടെന്ന്. ഞാൻ നിങ്ങളോട് എന്തിനത് പറയാനറിയാം? നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, എൻ്റെ സമയമാകുമ്പോൾ നിന്റെ ഹിതം എന്നിൽ നിറവേറണമെന്ന് പ്രാർത്ഥിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഞാൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ, ഞാൻ ആഗ്രഹിക്കാത്ത വേദികളിൽ കർത്താവിനെ ഉയർത്തുന്നു. ഇതെന്റെ കഴിവല്ലെന്നേ, ഇതെന്റെ കഴിവല്ലെന്നേ, എന്റെ മേലുള്ള അഭിഷേകം. ഹല്ലേലൂയ. ഞാൻ എന്റെ സാഹചര്യങ്ങളെ നോക്കി പറഞ്ഞു, ഞാൻ എന്റെ പ്രതികൂലങ്ങളെ നോക്കി പറഞ്ഞു, നിനക്കെന്നെ ജയിക്കാൻ കഴിയില്ലെന്നേ. ഹല്ലേലൂയ ജീസസ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. അതിനർത്ഥം പറയാമോ കർത്താവിനോട്? കർത്താവേ, എന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല, എന്റെ പ്രതികൂലങ്ങളെ നോക്കിയിട്ടല്ല, നീ എന്നെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നോ അതെന്റെ സമയമാകുമ്പോൾ, അങ്ങയുടെ സമയമാകുമ്പോൾ ആ ഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനങ്ങളൊക്കെ തുറക്കാമോ? നിങ്ങൾ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നത്
അതരങ്ങളൊക്കെ തുറന്നേ, അതരങ്ങളൊക്കെ തുറന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനെ അല്ല നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകുന്നവനെ അല്ല നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, ഹല്ലേലൂയ, നമ്മോട് കൂടെ ഉണ്ടെന്നേ. അവൻ ഇമ്മാനുവേലാണ്. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ. അവനെ പോലെ ആരുമില്ല, അവനെ പോലെ നിന്നെ നടത്തുവാൻ കഴിയുന്ന ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വസ്ത്രത്തിന്മേൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചു. ഹല്ലേലൂയ. അനേകം ആളുകൾ കർത്താവിനെ മുട്ടിയുരുമി നടന്നെങ്കിലും, അനേകം ആളുകൾ കർത്താവിന്റെ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നെങ്കിലും, വാഞ്ചയോട് കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ട് ഒരുവരുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു വാഞ്ച നിങ്ങളുടെ അകത്ത് കയറിയാൽ, നിങ്ങളുടെ അകത്ത് കയറിയാൽ, എനിക്കറിയത്തില്ല, വലിയൊരു ദൈവസാന്നിധ്യം. ഹല്ലേലൂയ ജീസസ്. ഈ ഒരു വാഞ്ച നിങ്ങളുടെ അകത്ത് കയറിയാൽ, ഹല്ലേലൂയ, ലോകം നിന്നെ മാറ്റി നിർത്തും. ലോകക്കാർ വിധി എഴുതും, ഉറപ്പാണത്. പക്ഷേ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങയൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. പോയതുപോലെ അല്ല, ഞാൻ അങ്ങയൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ആ വാഞ്ച നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഇതുപോലെ അല്ലന്നേ, സന്തോഷത്തോടെ നിങ്ങൾ കടന്നു പോകും. ഉറപ്പുണ്ടെന്നേ, ഉറപ്പുണ്ടെന്നേ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്റെ ഭർത്താവ് നിനക്ക് പ്രതികൂലമായിരിക്കാം, നിന്റെ ഭാര്യ നിനക്ക് പ്രതികൂലമായിരിക്കാം, നിന്റെ മക്കൾ, നിന്റെ ദേശക്കാർ, നിന്റെ കുടുംബം നിനക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നേ, ചുമ്മാ പറഞ്ഞു നോക്കുന്നേ. ഹല്ലേലൂയ. എത്ര പ്രതികൂലം വന്നാലും നീ വലിയതാണെനിക്ക്. അതിനെ തുറന്ന് പാടാമോ? ജീവനേക്കാൾ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ. ആദരങ്ങൾ തുറന്ന് ചേർന്ന് തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന, ഓ ആരാധന ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ ജീസസ്. പൈശാചിക മണ്ഡലങ്ങൾ തകരുന്ന ഒരു പകൽക്കാലമാണ്. നാം ആരാധിക്കുമ്പോൾ, നാം കർത്താവിനെ ഉയർത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങേക്ക് ആരാധന. ആ ശബ്ദമുയരട്ടെ, ആരാധന. ഓ ആരാധന, 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 ആരാധന. അങ്ങേ പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ.
ചൂടനിക്ക് താതന്റെ കൈയല്ലേ തണലേ. അനുഭവിച്ചിട്ടുള്ളവർ ചേർന്നല്ലേ അവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നത് വേറെ ആരും. ഓ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. പറയാമോ? സ്നേഹമേ, സ്നേഹമേ, പ്രേമമേ, അങ്ങേ മാർവിൽ ചാരുന്നു. ആ മാർവിലേക്കൊന്ന് ചാർന്നു. ഹല്ലേലൂയ. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഞങ്ങളോട് ചേർന്നൊന്ന് പാടുവാൻ സാധിക്കുമോ? ഇന്ന് വിശ്വാസത്തോടൊന്ന് പാടുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നേരിടുന്ന പ്രശ്നം Almighty, what is love? What is love? You are holy, holy. Are you Lord God Almighty? What is love? What is love? Hallelujah. പറയാമോ? Hallelujah. For the Lord God Almighty reigns. Hallelujah. Hallelujah. Holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. What is love? What is love? You are holy, holy are you, Lord God Almighty. What is love? What is love? Amen. വലിയൊരു ഹോളി സ്പിരിറ്റ്, വലിയൊരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് വാഞ്ചയുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവരുടെ മേൽ, വാഞ്ചിക്കുന്നവരുടെ മേൽ പകരാമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. മുന്നമേ ഉള്ളത് കൂട്ടല്ല, എനിക്കൊരു പുതിയ ശക്തി, എനിക്കൊരു പുതിയ കൃപ എനിക്കിനിയും വേണമെന്ന് ഞങ്ങളോട് ചേർന്ന് പറയുവാൻ സാധിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന മണ്ഡലം, നാം ആയിരിക്കുന്ന മേഖല, നമ്മളെ അവരാരും വളർത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല. നമ്മളെ വലിയൊരു പദവിയിൽ കൊണ്ടെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മളെ നടത്തുന്നവൻ. ഹല്ലേലൂയ. ഞാനോ ലോകാവസാനത്തോട് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ രക്ഷയുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ ഭവനമുണ്ട്. ഇത് എത്ര പേർ ആത്മക്കണ്ണാൽ കാണുന്നുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞുപോയ ദിനങ്ങൾ നമുക്കുള്ളതല്ലായിരുന്നു, ദൈവം നമുക്ക് നൽകിയ ബോണസാണ്. ഹല്ലേലൂയ.
ഇന്ന് നാം നിൽക്കുന്നത് അത് നമ്മുടേതല്ല, കർത്താവ് നമുക്ക് തന്നതാണ്. നാളെ നമുക്കുള്ളതല്ല. നാളെ നമുക്ക് ലഭിക്കുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നവരെ പോലെയല്ല. ഓരോ ദിവസവും നമ്മുടെ മേലുള്ള കൃപകൾ, നമ്മുടെ മേലുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും അതിനെ ഇൻക്രീസ് ചെയ്യുവാൻ, അതിനെ നമ്മൾ കൂടുതലാക്കുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. പറഞ്ഞല്ലോ, അഭിഷേകമുള്ളവർ കൽപ്പിക്കണം. എൻ്റെ ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ നിനക്ക് കഴിയില്ല പിശാചേ. ഞാൻ ലക്ഷ്യം വെക്കുന്ന ലാക്കിലേക്ക് എന്നെ എത്തിക്കാതിരിക്കാൻ നിനക്ക് കഴിയില്ല പിശാചേ. പറ, നോക്കിയിട്ട് പറ. നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് സാധിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ, മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പറയണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകും. ഹല്ലേലൂയ ജീസസ്. ഞാൻ ഇതിനകത്ത് കടന്നു വന്നപ്പോൾ 2 പാട്ട് പാടി വർഷിപ്പ് ചെയ്തിരുന്ന് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കറിയത്തില്ല, നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച് കടന്നു വന്നത് ഇതായിരിക്കും. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഇരട്ടി ബലത്തോട് വേണം നാം ഇവിടുന്ന് കടന്നു പോകാൻ. ഹല്ലേലൂയ. ഇറങ്ങുമ്പോൾ നമ്മളെ കണ്ടിട്ട് ആളുകൾ പറയണം, ഇവന് ഇവിടുന്ന് പോയത്, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ നോക്കി പറയണം, ഇവിടുന്ന് പോയ നിരാശയോടാണ് പോയതെങ്കിൽ തിരിച്ചു വരുന്നത് നാം സന്തോഷത്തോടാണ്, അല്ലെങ്കിൽ നാം സന്തോഷത്തോടാണ് കടന്നത്. പിശാച് പറഞ്ഞെങ്കിൽ നിങ്ങൾ ജയിച്ചെന്നേ. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പ്രതികൂലമുണ്ടാകും. ഈ ഒരു സന്നിധി, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒത്തിരി വരുന്നത്. പക്ഷെ ഞാനൊന്നും പറയണം, മുമ്പിലുള്ള ലാക്കിനെ ലക്ഷ്യമാക്കി നീ ഓടിയാൽ നിന്റെ കാലുകൾക്ക് ബലം പകരുവാൻ, നിന്റെ കരങ്ങൾക്ക് ബലം പകരുവാൻ, നിന്റെ ശരീരത്തിന് ബലം പകരുവാൻ ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇട്ടിട്ട് പോകുന്നവനായിട്ടല്ല, അങ്ങനെ ഒരുവനെ അല്ല നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം വന്നാലും എന്തെല്ലാം ഏറിയാലും ഒന്ന് മാത്രം ഒന്ന് പറ, എൻ്റെ ക്രിസ്തുവിനേക്കാൾ വലുതായിട്ട് ഞാൻ വേറൊന്നിനെ സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. അവനേക്കാൾ വേറൊന്നുമായിട്ട് ഞാൻ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറ, ഇതൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എൻ്റെ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവൻ 1ാം സ്ഥാനം കൊടുക്കാമെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ പോട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പാടുന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവൊന്നുമല്ല. ഹല്ലേലൂയ. ഇത്രയും പാടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പറയാൻ പറ്റുമെന്നോ ഞാൻ കരുതിയല്ല ഇവിടെ വന്നത്. പക്ഷേ എനിക്കറിയാം, എന്നെ നടത്തുന്നവൻ ശക്തനാണ്. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം അതാണ്, എൻ്റെ അന്ത്യം വരെയും കർത്താവിന് വേണ്ടി പാടുവാൻ. ഹല്ലേലൂയ. കർത്താവിനെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. അത് അടിയോ നിന്നയോ ദുഷിയോ ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്നെ പോലെ നിങ്ങളും ഒന്ന് ചിന്തിക്കാമെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി മാറ്റുവാൻ, നിങ്ങളുടെ ചരിത്രം തിരുത്തി എഴുതുവാൻ കഴിയുന്നവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും കർത്താവിലേക്ക്? ഹല്ലേലൂയ. കഴിവുകൾ കണ്ടിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവനാണ് ദാവീദ്. വനാന്തരങ്ങളിൽ. ഹല്ലേലൂയ. സ്വന്തം അപ്പനും കുടുംബക്കാരും അഭിഷേക തൈലം കൊണ്ട് വന്നപ്പോൾ ദാവീദ് എവിടെയായിരുന്നു? വനാന്തരങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ട്. സ്വന്തം അപ്പനോ സഹോദരങ്ങളോ പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരൻ ഞങ്ങൾക്കുണ്ടല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോനുണ്ടെന്ന്. പക്ഷേ മുന്നമേ കർത്താവിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിക്കനായ മോശയുടെ അധരത്തെ തുറന്നെങ്കിൽ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ മോശയ്ക്ക് ദൈവം പ്രാഗൽഭ്യം കൊടുത്തെങ്കിൽ, അവരുടെ നേതാവാക്കിയെങ്കിൽ, നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ബലഹീനതകളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടിട്ടല്ല, നിങ്ങളുടെ ഇല്ലായ്മകളെ കണ്ടിട്ടല്ല. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം എനിക്ക് പറയുവാൻ സാധിക്കും, കർത്താവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളേക്ക് ഒന്ന് പകർന്ന് അവങ്ങളിലേക്ക് ഒന്ന് നോക്കിയിട്ടൊന്ന് പറ, അപ്പാ ഞാൻ എന്താണോ, നീ എന്താഗ്രഹിക്കുന്നോ എന്നിലത് ഉണ്ടാകണമേ, ഞാൻ അങ്ങനെ ആകണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞതിന്റെ പരിണിത ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതം നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്, എന്തിനു വേണ്ടി. പക്ഷെ അന്ന് എന്നെ ബലപ്പെടുത്തിയ ഒരു വചനമുണ്ട്,
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഞാൻ കഴിഞ്ഞ ദിവസം സൗമ്യശ്രീ ഈ വചനം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആ ലൈവ് കണ്ടിരുന്നു. ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയുന്ന ഒരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്തയ്ക്ക് നിൽക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെ നിർത്തുവാൻ കഴിവുള്ള ഒരു വലിയ വാക്യമാണത്. നിങ്ങളത് ഉറപ്പോടെ ചുമ്മാതിരിക്കുമ്പോഴൊക്കെ നിങ്ങളൊന്ന് പറയണോ അത്? ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി. അതൊന്ന് പറയുവാൻ സാധിക്കുന്നവർ എപ്പോഴും അതരം തുറന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറയാമെങ്കിൽ, ഈ വാക്യങ്ങളൊന്ന് ഉച്ചരിക്കാമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലാണ്. ഹല്ലേലൂയ, ജീസസ്. അവനെപ്പോലെ നമുക്ക് ശക്തി തരുവാൻ കഴിവുള്ളവൻ ആരുമില്ല. രോഗം അലട്ടിക്കോട്ടെ, പക്ഷേ രോഗത്തിനു മേൽ ജയം തരുവാൻ കഴിയുന്നവനാണ് കർത്താവ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഇന്ന് സന്തോഷത്തോടെ മതിമറന്ന് ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുമെന്ന് പറയുവാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ മുന്നിലുള്ളതിനൊന്നും നോക്കിയിട്ടല്ല, എൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ, എൻ്റെ സൈഡിൽ നിൽക്കുന്നവരെ ഒന്നും നോക്കിയിട്ടല്ല, ഞാൻ സർവ്വതും മറന്ന് നൃത്തത്തോടെ കരയണം. നിങ്ങൾക്ക് കരയാം, തുള്ളിച്ചാടണം, നിങ്ങൾക്ക് തുള്ളിച്ചാടാം. എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കരയുവാനോ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കേണ്ട ഒരു സ്ഥലമല്ലിത്. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. അങ്ങനെ പറ്റുന്നവരെ കരങ്ങളൊന്ന് ഉയർത്താമോ? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് സമയം നമ്മൾ പാടി കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ, ജീസസ്. ഹല്ലേലൂയ. ഒരുക്കമുള്ള ആത്മാവിലോ, ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞുകൊണ്ട് സകലതും മറന്ന് കൈകളെ തട്ടി നിങ്ങൾക്ക് എങ്ങനെ ആരാധിക്കണോ നിങ്ങൾക്ക് ഇവിടെ ആരാധിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞത്, ദൈവിക സാന്നിധ്യത്തെ തടഞ്ഞു നിർത്തുവാൻ, പരിശുദ്ധാത്മാവിനെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ആർക്കോ കഴിയത്തില്ല. ആ സാന്നിധ്യം ഉയരങ്ങളിൽ പറക്കും കാലം പറഞ്ഞ ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. പറയാമോ? ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. പറയാമോ? ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ചേർന്നൊരുമിച്ച് ഹല്ലേലൂയ. Come on. ചേർന്നൊരുമിച്ച് അതരം തുറന്ന് ആരാധിക്കണമെന്ന് മനസ്സോട് ചേർന്ന് ഹല്ലേലൂയ. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഓഹോ, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാ, ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ഓ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ ചേർന്ന്. ദൈവത്തിന്റെ തേജസ് ഉയരങ്ങളിൽ പറന്നിടുമേ. അവൻ ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരെ 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 ഞാൻ പറക്കും. ഓ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ ഉയരെ.
സന്തോഷത്തോടെ ചേർന്ന് ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓഹോ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ചേർന്നില്ലേ ഓ ദൈവത്തിന്റെ തേജസ് എന്മേലു ഓ ഉയരങ്ങളിൽ ഓ കാരാഗ്രഹ ദീനങ്ങൾ തീർന്നു പോയല്ലോ അടക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. കാരാഗ്രഹ ദീനങ്ങൾ തീർന്നു പോയല്ലോ അടക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുച്ച. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്ന ഉയരേ 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 ഓ ഉയരേ 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 ഞാൻ പറക്കും. ഓ ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഓ ഇത് ചിറകടിച്ചു ഉയരും കാലം. ഓ ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു പ്രഖ്യാപിക്കാമോ ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഓ ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ കാരാഗ്രഹ ദീനങ്ങൾ തീർന്നു പോയല്ലോ അടക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. കാരാഗ്രഹ ദീനങ്ങൾ പറയാമോ ഓ അടക്കപ്പെട്ട നാളുകൾ ഇനിമേലില്ലല്ലോ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ ഉയരേ ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ ഉയരേ ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ അതരങ്ങൾ അടഞ്ഞു പോയല്ലോ ചൂരച്ചെടിயின் അവസ്ഥകൾ ഇനിമേലില്ലല്ലോ. അതരങ്ങൾ അടഞ്ഞു പോയല്ലോ ചൂരച്ചെടിயின் അവസ്ഥകൾ ഇനിമേൽ ചേർന്നൊരുമിച്ച് ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാ ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ ദൈവത്തിന്റെ തേജസ് ഓ ഉയരങ്ങളിൽ പറന്നിടുവേ. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ 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 ഞാൻ പറക്കും. ഉയരേ ഉയരേ ചേർന്നൊരുമിച്ച് ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ് ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ ദൈവത്തിന്റെ തേജസ് ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ ചുറ്റും കാലം കഴിഞ്ഞു പോയല്ലോ മതിലുകളെ മറികടക്കും നേരം. അങ്ങനെ ചേർന്നു ദൈവത്തിന്റെ തേജസ് ഉയരങ്ങളിൽ പറന്നിടുവേ. ഓ
ചിറകടിച്ചു ഉയരും കാലം, ഉയരം തേടി പറക്കും കാലം, ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരം തേടി പറക്കും കാലം. ദൈവത്തിന്റെ ദൈവത്തിന്റെ തേജസ് ഉയരേറി പറന്നു